Hello, Makale. Welcome back to Xylem Learning. Faisal Zar ആണ്. യെസ് മക്കളെ, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആക്ച്വലി നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ട് ഓൺ ദ റൂഫ് ഓഫ് ദ വേൾഡ് അഥവാ ലോകത്തിന്റെ നെറുകയിൽ എന്ന് പറയുന്നത് നമ്മുടെ ജോഗ്രഫിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ഉണ്ട്. ഈ ഫസ്റ്റ് ചാപ്റ്ററിന് കമ്പൽസറി ആയിട്ട് എന്ന് വെച്ചാൽ 100% ഉറപ്പായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ഞാൻ ആക്ച്വലി ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അതുകൊണ്ട് ഈ വീഡിയോ സ്റ്റാർട്ട് മുതൽ എൻഡ് വരെ നിർബന്ധമായിട്ടും എൻ്റെ മക്കൾ കാണണം, ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും അത് പഠിക്കാനുള്ള കോഡ് സഹിതമാണ് ഞാൻ ഇന്ന് പഠിപ്പിച്ച് തരാൻ പോകുന്നത്. സോ എൻ്റെ മക്കൾ എല്ലാവരും റെഡി ആണല്ലോടാ? ഓക്കെ, നമ്മൾ ആക്ച്വലി മക്കളെ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന മുഴുവനായിട്ടും നമ്മൾ ഇതിനെ കുറിച്ചാണ് നോർത്തേൺ മൗണ്ടൻ റീജിയൻ എന്ന് പറയുന്ന ഉത്തരപർവ്വത മേഖലയെ കുറിച്ച് മാത്രമാണ്. ഇതിനെ നമ്മൾ പല രീതിയിൽ പല തരത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, തരം തിരിക്കുന്നുണ്ട്. ആ തരം തിരിക്കുന്ന ക്ലാസിഫൈ ചെയ്യുന്ന പല ഏരിയാസ് ആണ് ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റത്തേതാണ് മക്കളെ, ഫസ്റ്റ് ഇതാ ഞാൻ മാർക്ക് ചെയ്തിരാം. ഇതിനെ വിളിക്കുന്നത് ഇതാ ഇവിടെയുള്ള ഈ ഒരു ഭാഗത്തെ വിളിക്കുന്ന പേരാണ് ട്രാൻസ് ഹിമാലയ. കണ്ടോ നിങ്ങൾ, ഇതിനെ വിളിക്കുന്ന പേര് ട്രാൻസ് ഹിമാലയ. അടുത്ത് ഇതിന് തൊട്ട് താഴെ കിടക്കുന്ന ഈ വിശാലമായിട്ട് കിടക്കുന്ന ഈ ഏരിയ ഉണ്ടല്ലോ, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഹിമാലയാസ് എന്നാണ്. ഇതിന് നമ്മൾ മലയാളത്തിലും ഇംഗ്ലീഷിലും ട്രാൻസ് ഹിമാലയ എന്നാണ് വിളിക്കുക. ഇതിന് നമ്മൾ മലയാളത്തിലും ഇംഗ്ലീഷിലും ഹിമാലയ എന്ന് തന്നെ വിളിക്കാം. അതേസമയം ഇപ്പുറത്ത് കിടക്കുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, ഇതിനെ നമ്മൾ വിളിക്കുക ഈസ്റ്റേൺ ഹിൽസ് അഥവാ കിഴക്കൻ കുന്നുകൾ എന്നാണ്. അപ്പോൾ ട്രാൻസ് ഹിമാലയ, ഹിമാലയ, ഈസ്റ്റേൺ ഹിൽസ്, ഇതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. ആദ്യം പഠിക്കേണ്ടതാണ് ട്രാൻസ് ഹിമാലയ, ഹിമാലയ, ഈസ്റ്റേൺ ഹിൽസ്, കിഴക്കൻ കുന്നുകൾ. എന്നാൽ ഈ ട്രാൻസ് ഹിമാലയത്തെ തന്നെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. അവയാണ് കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഇവ ഏതാണെന്നല്ലേ എൻ്റെ മക്കളെ നിങ്ങൾ നോക്കുന്നേ? ഇതൊക്കെ ഈ പിക്ചർ നോക്കിക്കോ. ഈ പിക്ചർ റെഡ് കളറിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ഇങ്ങനെ ഇത് കാരക്കോറം, ഇത് ലഡാക്ക്, ഇത് സസ്കർ. ഈ കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്ന് പറയുന്നതാണ് ഇത്. അതേസമയം ഹിമാലയത്തിലാണെങ്കിൽ നമുക്ക് നോക്കാം. ഹിമാലയത്തിൽ മുകളിലുള്ളത് ഹിമാദ്രി, അടുത്തത് ഹിമാചൽ, മൂന്നാമത്തെ ശിവാലിക്. ഇതിന്റെ ഡീറ്റെയിൽ പഠിക്കണേ. ഇതിന്റെ ഡീറ്റെയിൽ വളരെ നിർബന്ധമായിട്ട് പഠിക്കണം. നമ്മുടെ ലൈവുകൾ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യാനുള്ള കേട്ടോ. അപ്പോൾ ഇതാണ് ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. അപ്പോൾ ഏതാണ് അത്? നമ്മൾ ട്രാൻസ് ഹിമാലയ മൂന്നാക്കി തരം തിരിച്ചു. കാരക്കോറം, ലഡാക്ക്, സസ്കറ. അത് കഴിഞ്ഞിട്ട് ഹിമാലയത്തെ നമ്മൾ എന്താക്കി? ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. അതേസമയം ഈസ്റ്റേൺ ഹിൽസ്, കിഴക്കൻ കുന്നുകളിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ കുറച്ച് കുന്നുകൾ മാത്രമേ ഉള്ളൂ. പാട്കൈബം, നാഗ ഹിൽസ്, മീസോ ഹിൽസ്. പാട്കൈബം കുന്നുകൾ, നാഗ കുന്നുകൾ, മീസോ കുന്നുകൾ തുടങ്ങിയിട്ടുള്ള കുന്നുകൾ മാത്രമാണ് ഉള്ളത്. അപ്പോൾ എൻ്റെ മക്കൾക്ക് ഈ കാര്യം കൃത്യമായിട്ട് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. ട്രാൻസ് ഹിമാലയ, ഹിമാലയ, ഈസ്റ്റേൺ ഹിൽസ്. ഇതിന് നമ്മൾ ഈസ്റ്റേൺ ഹിൽസ്, കിഴക്കൻ കുന്നുകളെ പൂർവാചൽ എന്നും എന്ത് ചെയ്യാറുണ്ട്, വിളിക്കാറുണ്ട് കേട്ടോ. അതിന് പറയുന്ന പേരാണ് പൂർവാചൽ എന്നും കൂടെ എന്ത് ചെയ്യാറുണ്ട്, വിളിക്കാറുണ്ട്. സോ അവിടെ ആദ്യത്തെ സെഗ്മെന്റ് അവിടെ കഴിയാം. എന്നാൽ ഇത് മാത്രമല്ല, ഹിമാലയത്തെ വീണ്ടും വേറെ രീതിയിൽ തരംതിരിക്കാം. അവിടെയാണ് നമുക്ക് കൺഫ്യൂഷൻ വരിക. അതുകൊണ്ട് അതിനെ കൃത്യമായിട്ട് നമുക്കിതാ ഇങ്ങനെ പഠിക്കാം. ഇവിടെ നിങ്ങൾ നോക്കിക്കോ, ഇവിടെ ഞാനിതാ ഇതിനെ ബേസ്ഡ് ഓൺ ദ റീജിയണൽ ഡിവിഷൻ, റീജിയണൽ പ്രാദേശികമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ്. അവയുടെ 3 പേരുകൾ നമ്മൾ പഠിച്ചു വെക്കുന്നു. മക്കളെ, ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് വെസ്റ്റ് സൈഡാണ്. അയ്യോ, ഇതെന്താ അത്ര വലിപ്പൊന്നും വേണ്ടല്ലോ, നമുക്ക് ചെറുതുപോലെ അല്ലേ, നമുക്ക് ചെറുത്. ഇത് മക്കളെ വെസ്റ്റ് സൈഡാണ്, അഥവാ ഇത് പടിഞ്ഞാറ് ഭാഗമാണ്. ഇത് നമുക്ക് ഈസ്റ്റ് സൈഡാണ്, അഥവാ ഇത് കിഴക്ക് ഭാഗമാണ് അല്ലേ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പച്ച കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഭാഗത്ത് നമ്മൾ വിളിക്കുന്ന പേര് വെസ്റ്റേൺ ഹിമാലയ അഥവാ പടിഞ്ഞാറൻ ഹിമാലയം എന്നാണ്. വെസ്റ്റേൺ ഹിമാലയ അഥവാ പടിഞ്ഞാറൻ ഹിമാലയം. അതേസമയം ഇപ്പുറത്ത് കിടക്കുന്ന ഈ ആഷ് കളറിൽ കിടക്കുന്ന ഇത് നമ്മൾ വിളിക്കുന്ന പേര് ഈസ്റ്റേൺ ഹിമാലയ അഥവാ കിഴക്കൻ ഹിമാലയം എന്നാണ്. ഈസ്റ്റ് സൈഡിലായപ്പോൾ ഈസ്റ്റേൺ ഹിമാലയ, കിഴക്കൻ ഹിമാലയം. വെസ്റ്റ് സൈഡിലായപ്പോൾ വെസ്റ്റേൺ ഹിമാലയം. അപ്പൊ അതിന് രണ്ടിന് സെൻട്രലിൽ കിടക്കുന്നതോ സെൻട്രൽ ഹിമാലയ, മധ്യ ഹിമാലയം. അതിന് രണ്ടിന് സെൻട്രലിൽ കിടക്കുന്നത് സെൻട്രൽ ഹിമാലയ, മധ്യ ഹിമാലയമാണ്. ഇതിനെ തരം തിരിച്ചിട്ടുള്ളത് അതിലൂടെ പോകുന്ന റിവറുകളെ ബേസ് ചെയ്തിട്ടാണ്, അതിലൂടെ പോകുന്ന പുഴകളെ ബേസ് ചെയ്തിട്ടാണ് അതിനെന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ തരം തിരിച്ചിട്ടുള്ളത്. ആ പുഴകളാണ് മക്കളെ സിന്ധു, കാളി, തിസ്ത, ബ്രഹ്മപുത്ര. ഈ 4 ആണ്. അതിൽ ഞാൻ ആദ്യം പറഞ്ഞു തരാം, എന്നിട്ട് അത് പഠിക്കാനുള്ള കോഡ് ഞാൻ പറഞ്ഞു തരാം കേട്ടോ മക്കളെ. ഇവിടെ എന്ത് ചെയ്യുന്നു, നാളെ വെസ്റ്റേൺ ഹിമാലയ തരംതിരിക്കുക എന്ന് പറയുന്നത് വെസ്റ്റേൺ ഹിമാലയയുടെ ഇവിടെ വരുന്നത്, ഇവിടെ സിന്ധു ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ കാളി ഉണ്ട്. സിന്ധുവിന്റെ ഇംഗ്ലീഷ് വാക്ക് ഇൻഡസ് എന്നാട്ടോ. സിന്ധുവിന്റെയും കാളിയുടെയും ഇടയിലാണ് വെസ്റ്റേൺ ഹിമാലയ, പടിഞ്ഞാറ് ഹിമാലയം ഉള്ളത്. അതേസമയം കാളിയുടെയും ടിസ്തയുടെയും ഇടയിൽ ഇവിടെ വരുന്നത് ടിസ്തയാണ്. കാളിയുടെയും ടിസ്തയുടെയും ഇടയിലാണ് സെൻട്രൽ ഹിമാലയ ഉള്ളത്. എന്നാൽ ടിസ്തയുടെയും ബ്രഹ്മപുത്രയുടെയും ഇടയിലാണ് ആര് വരുന്നത്, നമ്മുടെ ഈസ്റ്റേൺ ഹിമാലയ അഥവാ കിഴക്കൻ ഹിമാലയം വരുന്നു. ഇത് പഠിക്കാനുള്ള കോഡ് ഞാൻ പഠിച്ചുതരാം. അത് കൃത്യമായിട്ട് എൻ്റെ മക്കൾ എല്ലാവരും കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യണം. സിന്ധുവും കാളിയും കൂടെ പിസ്ത കഴിക്കാൻ ബ്രഹ്മപുത്രയിൽ പോയി എന്ന് പഠിച്ചു വെച്ചാൽ മതി. എന്താ പഠിക്കാം? സിന്ധുവും കാളിയും കൂടെ പിസ്ത കഴിക്കാൻ ബ്രഹ്മപുത്രയിൽ പോയി. അഥവാ നമ്മളിതാ കൃത്യമായിട്ട് നോക്കുന്നു. സിന്ധുവും കാളിയും കൂടെ പിസ്ത കഴിക്കാൻ, പിസ്ത എന്ന് പറഞ്ഞാൽ അതിനെ പിസ്ത കഴിക്കാൻ ബ്രഹ്മപുത്രയിൽ പോയി. അപ്പൊ ഓർഡറിൽ നമുക്ക് മനസ്സിലുണ്ടാവും, സിന്ധുവും കാളിയും കൂടെ പിസ്ത കഴിക്കാൻ ബ്രഹ്മപുത്രയിൽ പോയി. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതാ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഇത് കൃത്യമായിട്ട് മക്കൾക്ക് എന്ത് ചെയ്താൽ മതി, ആ കാര്യം നോക്കിയാൽ മനസ്സിലാവും. അതിൽ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ നിർത്താം.
മക്കളെ നമ്മളെ 3 എണ്ണമായിട്ട് തരംതിരിച്ചില്ലേ? വെസ്റ്റേൺ ഹിമാലയ, സെൻട്രൽ ഹിമാലയ, ഈസ്റ്റേൺ ഹിമാലയ, പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം. അതിലെ വെസ്റ്റേൺ ഹിമാലയ മാത്രം, പടിഞ്ഞാറൻ ഹിമാലയ മാത്രം നമ്മൾ വീണ്ടും 3ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. അവയാണ് കാശ്മീർ ഹിമാലയ, ഹിമാചൽ ഹിമാലയ, ഉത്തരാഖണ്ഡ് ഹിമാലയ. അത് പരീക്ഷയ്ക്ക് എന്തെങ്കിലും അതിന്റെ ഡീറ്റെയിലുകൾ ചോദിക്കും, പക്ഷെ മാർക്ക് ചെയ്യാനൊന്നും ചോദിക്കൂല. കാശ്മീർ ഹിമാലയ, ഹിമാചൽ ഹിമാലയ, ഉത്തരാഖണ്ഡ് ഹിമാലയ എന്നുള്ളതാണ് മക്കൾ. അത് ഞാൻ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം. ഇവിടെയുള്ള ഇതാണ് കാശ്മീർ ഹിമാലയ എന്ന് പറഞ്ഞാൽ, ഇതാണ് ഉത്തരാഖണ്ഡ് ഹിമാലയ എന്ന് പറഞ്ഞാൽ. നമ്മൾ ഇത് കാശ്മീർ ഹിമാലയ, അടുത്ത എന്ത് ചെയ്യുന്നു, നമ്മൾ എന്ത് ചെയ്തു, ഹിമാചൽ ഹിമാലയ, അടുത്ത ഹിമാചൽ ഹിമാലയ, ഇത് ഉത്തരാഖണ്ഡ് ഹിമാലയ. ഈ 3 എണ്ണമാണുള്ളത്. കാശ്മീർ ഹിമാലയ, ഹിമാചൽ ഹിമാലയ, ഉത്തരാഖണ്ഡ് ഹിമാലയ എന്ന് പറഞ്ഞിട്ട് 3 എണ്ണമായിട്ട് തരംതിരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ മക്കളുടെ മനസ്സിൽ ഇപ്പം അടുത്തൊരു സംശയം ഉണ്ടായിരിക്കും, സാറേ ഈ ഭാഗത്ത് നിന്ന് മാപ്പ് മാർക്കിങ്ങിന്റെ ക്വസ്റ്റ്യൻസ് വരില്ല എന്നുള്ളത്. മക്കളെ, മാപ്പ് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒരിക്കലും ഫസ്റ്റ് ടൈം എക്സാമിനേഷൻ ഉണ്ടാവില്ല. സെക്കൻഡ് ടൈം എക്സാമിനേഷൻ എന്ന് വെച്ചാൽ നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിനേഷൻ ആയിരിക്കും ഉണ്ടായിരിക്കാം. ആ സമയം ആകുമ്പോഴേക്ക് അതിന്റെ കൃത്യമായിട്ടുള്ള ലൈവ് നമ്മൾ എന്ത് ചെയ്യും, കൃത്യമായിട്ട് ചെയ്യും. ഇനിയിപ്പോൾ അതിന് മുമ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കൃത്യമായിട്ട് ലൈവുകളും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മൾ തരുന്നതാണ്. ഡോണ്ട് വറി ഫോർ ദാറ്റ്. നിങ്ങളെല്ലാം സയത്തിന്റെ കൂടെ തന്നെ നിൽക്കുക. നിങ്ങൾക്ക് ഓരോ സമയത്തും വേണ്ട കോണ്ടന്റുകൾ ഏതാണോ അതിനെ നമ്മൾ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് ഡെലിവർ ചെയ്യുന്നതാണ്. എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഇപ്പൊ നമ്മൾ എന്ത് ലാസ്റ്റത്തെ ചാപ്റ്റർ ഇപ്പൊ പഠിച്ചൊരു കാര്യമുണ്ടോ? ഇല്ല. അതുപോലെയാണ് നമ്മൾ ഓരോ സമയത്തും നിങ്ങൾ പഠിക്കേണ്ടതായിട്ട്, ഇപ്പൊ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ടതാണ് ഈ ഭാഗം എന്ന് പറയുന്നത്. കാരണം നിങ്ങളുടെ സ്കൂളിലെ യൂണിറ്റ് ടെസ്റ്റ് എക്സാംസുകളൊക്കെ നടക്കുന്നുണ്ടായിരിക്കും. അതിലൊക്കെ കൃത്യമായിട്ട് ചോദിക്കുന്നതാണ് ട്രാൻസ് ഹിമാലയം, ഈസ്റ്റേൺ ഹിൽസും ഒക്കെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. വെസ്റ്റേൺ ഹിമാലയ, സെൻട്രൽ ഹിമാലയ, അതുപോലെ തന്നെ ഈസ്റ്റേൺ ഹിമാലയ, കിഴക്കൻ ഹിമാലയം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ യൂണിറ്റ് ടെസ്റ്റ് എക്സാമിനേഷൻ വരെ ചോദിക്കുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിച്ചേക്കാം. കൂടെ തന്നെ ഒരു കാര്യം കൂടി ഞാൻ ഉണർത്തുകയാണ്, നമ്മുടെ നിഞ്ച ബാച്ചിന്റെ 2.0 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ അതിലെ ക്ലാസ്സുകളെല്ലാം അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മക്കൾ ഇമ്മീഡിയറ്റ് ആയിട്ട് വേഗം തന്നെ ജോയിൻ ചെയ്തേക്കാം. അവിടെ ഓരോ ചാപ്റ്റേഴ്സുകളും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് സെറ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് തരുന്നതാണ്. ഡോണ്ട് വറി ഫോർ ദാറ്റ്. സോ സൈനത്തിന്റെ കൂടെ തന്നെ നിൽക്കുക, നമ്മുടെ കൂടെ തന്നെ നിൽക്കുക. നമ്മളെല്ലാവരും അടിപൊളിയായിട്ട് ഒരുമിച്ച് പഠിക്കാം മക്കളെ. സോ ടാറ്റാ, ബൈ ബൈ, സീ യു ഓൾ.